ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സുധി എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് സുധി. ഞാനൊരു ഇലക്ട്രീഷ്യനാണ്. പ്രായം 32 വയസ്സുണ്ട്. ഇതുവരെയും വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് ചെറിയ ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും പെട്ടെന്ന് വിവാഹം നടക്കുന്നില്ലല്ലോ മാഡം. അങ്ങനെയുള്ള ഒരാളാണ് ഞാനും. ഡിഗ്രി വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, തൊഴിൽ ഒന്നും സെറ്റായില്ല. പിന്നീടാണ് ഞാൻ ഇലക്ട്രീഷ്യനായത്. നല്ല വർക്കുണ്ട്, നല്ല സാലറിയുമുണ്ട്. എങ്കിലും ഏതെങ്കിലും ഉദ്യോഗം പറയാൻ പേരിനില്ലല്ലോ. അതുകൊണ്ട് പലപ്പോഴും പ്രശ്നമാണ്. ഈ അടുത്തിടെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എടാ, ഒരാപ്പുണ്ട്. ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ വീടിനടുത്തോ അല്ലെങ്കിൽ നിൻ്റെ ഡിസ്ട്രിക്റ്റിനടുത്തോ ഉള്ള ആളുകൾ ആ ആപ്പ് വഴി നിന്നെ കോൺടാക്റ്റ് ചെയ്യും. അങ്ങനെ നിനക്ക് അവരുടെ വീടുകളിലൊക്കെ ധാരാളം പണികൾ കിട്ടും. ഇപ്പോൾ പണിയുണ്ട്, എന്നാലും എക്സ്ട്രാ ഒരു ജോലി കിട്ടണമെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, അത് നല്ലതല്ലേ, നമ്മളെ അറിയാത്തവർക്കും അറിയുമല്ലോ, അതിൽ കൂടി വിളിക്കാൻ മറ്റും ചെയ്തോളും, കോൺടാക്റ്റ് കൊടുത്താൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാനതിൽ രജിസ്റ്റർ ചെയ്തു മാഡം. എനിക്ക് ഒഴിവില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ അതിൽ നിന്ന് വരുന്ന ഓഫറുകൾ സ്വീകരിക്കും. അങ്ങനെ പോയി പലരുടെയും വീട്ടിൽ നന്നാക്കി കൊടുത്തു. അതുമാത്രമല്ല, പുതിയ പുതിയ സൗഹൃദങ്ങളും പുതിയ കോൺടാക്റ്റുകളുമൊക്കെ എനിക്കുണ്ടാകുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരു ചേട്ടൻ്റെ കോൾ വന്നു. അവരുടെ വീട്ടിൽ കുറച്ച് ഇലക്ട്രിക് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കോൺടാക്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് പ്രശ്നമെന്ന് വാട്സാപ്പിൽ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞു. അപ്പം 3-4 സ്വിച്ച് ബോർഡിനും മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ശരി, ഞാനതെല്ലാം കണ്ടിട്ട് ഇന്ന സാധനങ്ങൾ വാങ്ങിക്കണം എന്നൊരു ലിസ്റ്റ് കൊടുത്തു. വാങ്ങിച്ചു വെച്ചേര് ഞാൻ രാവിലെ 10 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനെ വിളിച്ചു ആ സ്പോട്ടിൽ ചെന്നിട്ട്. പക്ഷേ പുള്ളി പറഞ്ഞു, ഞാനിപ്പോൾ വീട്ടിലില്ല, അത്യാവശ്യമായി ടൗണിലേക്ക് വന്നതാണ്. വൈഫ് അവിടെ ഉണ്ട്. അവിടെ ഒരു ചെറിയ കട കണ്ടില്ല ജംഗ്ഷനിൽ, അവിടുത്തെ ആളോട് ചോദിച്ചാൽ മതി, പോകാനുള്ള വഴി പറഞ്ഞു തരും, ഒരു 200 മീറ്ററോളെന്ന് പറഞ്ഞു. അങ്ങനെ കടയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, ഇത്തിരി അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ച പഴയ കെട്ടിടം വരും, അതാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നടന്നു ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഗേറ്റിൻ്റെ അവിടെ ഒരു സ്ത്രീ നിൽപ്പുണ്ട്. വെളുത്ത് ചുവന്ന് തൊടുത്ത് മാക്സിയൊക്കെ ഇട്ട് തലമുടി കെട്ടിവെച്ചൊരു സ്ത്രീ, ആരെ പ്രതീക്ഷിക്കുന്ന പോലെ. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചോദിച്ചു, നിങ്ങളുടെ പേരാണോ സുധി? ആ, ഞാൻ പറഞ്ഞതേ, ഇലക്ട്രീഷ്യൻ അല്ലേ? എൻ്റെ ചേട്ടൻ വിളിച്ച് പറഞ്ഞിരുന്നു, പുള്ളി പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ടൗണിൽ ഇരുന്ന് പോകേണ്ടി വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ ഒരാൾ വരുമെന്ന്. ഞാനതാ കാത്തു നിന്നത്. ചേച്ചി തനിയുള്ളോ വീട്ടിൽ? ആ, ഞാൻ ഇപ്പോൾ തനിയുള്ളൂ. പിന്നെ ചേട്ടന് ഞാനേ ഉള്ളൂ ഇവിടെ കേട്ടോ. ഒരു മോളാണ് എനിക്കുള്ളത്. അവൾ ബാംഗ്ലൂരിൽ പഠിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടൻ വന്നിട്ട് നമുക്ക് പണി തുടങ്ങിയാൽ പോരെയെന്ന്. അതെന്താ, പ്രശ്നമൊന്നുമില്ല, പുള്ളി ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. സുധി നല്ല പേര്. ആ, സുധി വന്ന് പെട്ടെന്ന് പണി തുടങ്ങിയട്ടെ. ഇവിടെയാണെങ്കിൽ നല്ല ഇലക്ട്രീഷ്യന്മാരെ കിട്ടാൻ വലിയ പാടാണ്. അല്ല സുധി, സുധിക്ക് എന്താ പെണ്ണുങ്ങൾ തന്നെയുള്ള അടുത്ത് പോയിട്ട് പണിയെടുക്കാൻ ഇത്ര പേടി? ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് പൊതുവെ ഇങ്ങനെയൊക്കെയുള്ള പരിഭ്രമങ്ങളുണ്ട്. കല്യാണം കഴിച്ചതാണോ? അല്ല, കല്യാണം കഴിക്കാനുള്ള പ്രായമാണെന്ന് തോന്നല്ലോ. ആ, എനിക്ക് 32 വയസ്സായി. ഇതുവരെയും വിവാഹമൊന്നും ശരിയായിട്ടില്ല. അതിൻ്റെ കുഴപ്പമാണ്. എന്തായാലും ഞാനല്ലേ പേടിക്കേണ്ടത്. സുധി എൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഞാനിവിടെ തന്നെയുള്ളൂ. ഞാനൊരു പെണ്ണ്, എനിക്ക് പേടിയില്ല. പിന്നെന്താ ഇലക്ട്രീഷ്യന് പേടി? അല്ല, ഈ ആപ്പിലൊക്കെ പേര് കൊടുക്കുമ്പോഴേക്കും പല ആൾക്കാർ വിളിക്കുമല്ലോ. അവിടെയൊക്കെ പെണ്ണുങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ പോയി ചെയ്യില്ലേ? അത് ഇതുവരെ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായില്ല. അത് വല്ലാത്ത കുഴപ്പമാണല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആപ്പുകളിൽ കൂടി പല ആൾക്കാരെയും വിളിച്ച് ചില പെണ്ണുങ്ങൾ ഫ്ലാറ്റിൽ മറ്റും കൊണ്ടുവരുമെന്ന്. അയ്യോ, അതെന്തിനാ ചേച്ചി? ചുമ്മാ അവർക്ക് കണി കാണാൻ വേണ്ടിയിട്ടായിരിക്കും. ഒന്നും അറിയാത്ത ഒരു കുഞ്ഞ് ഇങ്ങനെ സർവീസിങ്ങിന് വരുന്ന ആൾക്കാരും, ഇലക്ട്രീഷ്യന്, പ്ലംബർ, പിന്നെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരെ, അങ്ങനെയൊക്കെ ആൾക്കാർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചു കഴിയുമ്പോഴേക്കും അവർ നന്നാക്കാൻ വന്നതാണ്, ബൾബ് മാറിയിടാൻ വന്നതാണ്, ഫ്രിഡ്ജ് മാറ്റാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അതിൻ്റെ പേരിൽ 5-6 മണിക്കൂർ വീടിനുള്ളിൽ ചിലവഴിക്കുകയും ചെയ്യാം. ആ ചേച്ചിയുടെ സംസാരം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതുവരെയും കാണാത്തൊരു സ്ത്രീ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ സംസാരിക്കുമോ? ഇവര് ഞാൻ വിചാരിച്ച പോലല്ല, ഒരു കില്ലാടി തന്നെയാണ്. ദൈവമേ, എന്തെങ്കിലും കുരുക്കാണോ എന്ന് ഞാൻ പേടിച്ചു. ഞാൻ അറച്ചു നിൽക്കുന്നത് കണ്ടിട്ട്, കയറി വാ, പെട്ടെന്ന് ഇവിടെ നിന്ന് ശരിയാക്ക് എന്ന് പറഞ്ഞെന്നെ അകത്ത് കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് ശരിയാണ്, കുറേ കാര്യങ്ങൾ ഫോട്ടോയിൽ എടുത്തു തന്നതുപോലെ തന്നെ അവിടെ അലങ്കോലമായി കിടപ്പുണ്ട്. ഞാൻ ഓരോ പണിയായി ആരംഭിച്ചു. പുള്ളിക്കാരി എൻ്റെ അടുത്ത് നിന്ന് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരുന്നു. സുധിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. പറയാൻ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ്, ആ, എന്ത് ചോദിച്ചാലും ഒന്നും എനിക്ക് തരാൻ പറ്റില്ല കേട്ടോ, എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ തരാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, പൊന്നു ചേച്ചി, ഞാൻ വല്ല വെള്ളമോ അല്ലെങ്കിൽ കാപ്പിയോ ചായ മറ്റോ ചോദിക്കുള്ളൂ, ചേച്ചി വിചാരിക്കുന്നൊന്നും ഞാൻ ചോദിക്കില്ലെന്ന് പറഞ്ഞു. കൊച്ചു കള്ളൻ, ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുകയാണ്. ഇപ്പോഴാണ് മോനെ നീ പഴയ ട്രാക്കിലേക്ക് വന്നത്. ചേച്ചിയെ വെറുതെ എന്നെ വലയ്ക്കരുതേ എന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, സത്യമായിട്ടും നീ കല്യാണം കഴിച്ചതല്ലേ? ഞാൻ പറഞ്ഞു, കല്യാണം കഴിച്ചതല്ല. അത് പോട്ടെ, നിനക്ക് കാമുകയുണ്ടോ? എനിക്ക് കാമുകയില്ല.
ഓക്കെ, ഭാര്യയുമില്ല കാമുകിയുമില്ല, വേറെ തന്നെ ചുറ്റിക്കളിയുണ്ടോ? എൻ്റെ പൊന്നു ചേച്ചി, എനിക്കൊരു ചുറ്റിക്കളിയുമില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നും അറിഞ്ഞിട്ടില്ലാത്തവനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും അറിഞ്ഞിട്ടില്ല. ചേച്ചിക്കിപ്പം എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി എന്നോട് പറഞ്ഞു, മോനെ, ഇവിടുത്തെ ബൾബ് ഫ്യൂസായിട്ട് കുറേ കാലമായി. എൻ്റെ ഭർത്താവ് എത്ര ശ്രമിച്ചിട്ടും ബൾബ് നന്നാക്കാൻ പറ്റുന്നില്ല. ബൾബ് എന്തിനാ ചേച്ചി നന്നാക്കുന്നത്? ബൾബ് ഫ്യൂസായി കഴിഞ്ഞാൽ ഊരി കളയുക, അടുത്തതിടുക. ആ, അത് തന്നെയാണ് മോനെ യഥാർത്ഥത്തിൽ വേണ്ടത്. ഒരു ബൾബ് പോയി കഴിഞ്ഞാൽ അടുത്ത ബൾബ് വേണ്ടേ? എനിക്ക് അത് മനസ്സിലായി. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദ്യമൊന്നും അങ്ങേർക്ക് മനസ്സിലായില്ല. ഇത് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ല വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അവസാനം പുള്ളിയാണ് പറഞ്ഞത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൽക്കാലം ഞാൻ ഇവിടെ അങ്ങോട്ട് അടങ്ങിയിരിക്കാം, നീ ബൾബ് മാറ്റിയിടാൻ ആളെ നോക്കാൻ. അങ്ങനെയാണ് നിന്നെ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞു. ചേച്ചി, ഞാൻ ഇലക്ട്രീഷ്യനാണ്. ഇവിടുത്തെ ഫ്യൂസായ ബൾബ് എനിക്ക് മാറിയിടാൻ പറ്റും. ചേച്ചി ഉദ്ദേശിച്ച ബൾബ് എന്താണെന്ന് എനിക്കറിയില്ലെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഏത് ബൾബും മാറിയിടുന്ന പോലെ തോന്നും എന്ന്. ആക്ച്വലി ചേച്ചിക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. ഞാൻ വന്നപ്പോൾ തൊട്ട് രണ്ടർത്ഥമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ചേച്ചി എൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. എടാ, നിനക്ക് ഇതുവരെയും യാതൊരു വിധത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ നീ ഉള്ളുകൊണ്ട് രസിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് രസിക്കുന്നൊന്നുമില്ല, എനിക്ക് പേടിയാ തോന്നുന്നേ. ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങളോട് അടുക്കാനൊന്നും പറ്റില്ല, വലിയ പ്രശ്നങ്ങളായി തീരുവെന്ന്. അപ്പോഴേക്കും ചേച്ചി പൊട്ടിച്ചിരിച്ചു. എടാ, അങ്ങനൊന്നുമില്ല. എല്ലാ മനുഷ്യരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നതല്ല. എനിക്ക് ഭർത്താവുണ്ട്, മുതിർന്നൊരു മകളുമുണ്ട്. എൻ്റെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അത് നന്നാക്കാൻ എൻ്റെ ഭർത്താവിന് അറിയില്ല. അപ്പോൾ പുറത്തുനിന്ന് ഒരാളുടെ സഹായം ആവശ്യമല്ലേ? അതുപോലെയുള്ളൂ ഇതുവന്ന്. ചേച്ചി, സത്യം പറ, വെറുതെ ഇളക്കിപ്പിക്കാതെ ഇതെന്താ നടക്കുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, ഞാൻ നിന്നോട് തുറന്നു പറയാൻ ശ്രമിച്ചതാണ്. എൻ്റെ ഭർത്താവും ഞാനും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. കാര്യം, പുള്ളിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഏകദേശം ഓഫായ അവസ്ഥയിലാണ്. കാര്യം, ഞങ്ങൾ തമ്മിൽ ഒത്തിരി പ്രായവ്യത്യാസമുണ്ട്. എനിക്കാണെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. അതിൻ്റെ പേരിൽ വഴക്കുണ്ടായി ഞങ്ങൾ രണ്ടുപേരും കൂടെ പിരിയേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെയായപ്പോൾ ഭർത്താവ് തന്നെയാണ് നിർദ്ദേശം വെച്ചത്. പക്ഷേ ഈ വീട്ടിലേക്ക് ഒന്നിനുമല്ലാതെ ആളുകൾ കയറി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കുക? അതും ഇവിടെ അടുത്തെല്ലാം ബന്ധുക്കളാണ്. അതുകൊണ്ട് വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ചിന് ഫ്രിഡ്ജ് കേടായി, വാഷിംഗ് മെഷീൻ കേടായി, ടി വി കേടായി, ഇലക്ട്രിക്കൽ വർക്ക്, ഇങ്ങനെ. മോനെ, ഒരു 2-3 മാസം കൂടിയിരിക്കുമ്പോൾ ആരെങ്കിലും വരും. ആ സമയത്ത് ഞാൻ അവരോട് ഇതേപോലെ തന്നെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് താല്പര്യം കാണും, ചില ആളുകൾക്ക് താല്പര്യം കാണില്ല. തിരിച്ചും സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ കാത്തിരിക്കുകയാകും. വരുമ്പോൾ ആ ആളെ എനിക്കൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളായിരിക്കും. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ചേച്ചി വ്യത്യസ്തമായ ഒരു വഴികളിലൂടെ തുഴയുകയാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോഴേക്ക് ചേച്ചി പറഞ്ഞു, എന്ത് ചെയ്യാനാ മോനെ, അടുത്തൊക്കെ നിറയെ ബന്ധുക്കളാണ്. എല്ലാം ഇവിടേക്ക് വായി നോക്കിയിരിക്കുകയാണ്. ഒരു രീതിയിൽ ഒന്നനങ്ങാൻ പറ്റുന്നില്ല. ഞാൻ എവിടെയെങ്കിലും സാന്ദ്രത്തോടു കൂടി ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒട്ടൊക്കെ തീർന്നേനെ. പക്ഷെ എന്ത് ചെയ്യാനാണ് എന്ന് വെച്ച് തെരുവിൽ പോയി നിൽക്കാൻ പറ്റുമോ? എനിക്ക് ഇടയ്ക്ക് വർഷത്തിൽ ഒരു 5-6 വട്ടമെങ്കിലും എനിക്കും ഒരു റിലാക്സേഷൻ വേണം മോനെ. എൻ്റെ ഭർത്താവാണ് ഈ ഐഡിയ പറഞ്ഞു തന്നത്. എൻ്റെ പൊന്നു ചേച്ചി, ഇവിടെ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ ഉണ്ട്. അതിനകത്ത് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ 100 കണക്കിന് ആളുകൾ പാഞ്ഞു വരികില്ലേ? അയ്യോ എൻ്റെ പൊന്നു മോനെ, അങ്ങനെ 100 കണക്കിന് ആൾക്കാരൊന്നും പാഞ്ഞു വരണ്ട, അത് പ്രശ്നമാകും. എന്ത് പ്രശ്നമാ? ഇപ്പോൾ വർഷത്തിൽ 5-6 വട്ടമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ വരുന്ന ആൾക്കാർ ടി വി നന്നാക്കാനാണെന്നോ, ഫ്രിഡ്ജ് നന്നാക്കാനാണെന്നോ, വാഷിംഗ് മെഷീൻ നന്നാക്കാനാണെന്നോ അങ്ങ് പറഞ്ഞാൽ പോരെ നാട്ടുകാരോട്. അത് നല്ലൊരു ഐഡിയ. എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. എൻ്റെ ഭർത്താവാണ് പറഞ്ഞത് ആർക്കും സംശയം തോന്നാതിരിക്കാൻ ഇതേപോലെ എന്തെങ്കിലും നന്നാക്കാൻ വരുന്നവരെ വിളിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, കൊള്ളാം, നിങ്ങൾ മോഡേൺ ചിന്താഗതിയാണെങ്കിലും അപ്ഡേറ്റൊക്കെ പഴയതാണല്ലോ എന്ന് പറഞ്ഞു. എന്ത് പറയാനാടാ, ഞാൻ ഓൾഡ് ജനറേഷൻ അല്ലേ. എൻ്റെ ഐഡിയയും എൻ്റെ ഭർത്താവിൻ്റെ ഐഡിയയൊക്കെ ഇത്തിരി പിന്നോട്ടാണ്. നീ പറഞ്ഞതുപോലെ ഇനി ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, അല്ല, ഇത്രയും നേരമായിട്ട് ഞാൻ വായിട്ടലച്ച് പല കഥകളും പറഞ്ഞു, എനിക്കെന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഇവിടുത്തെ ബൾബ് മാറ്റിയിട്ട് നന്നായി കത്തിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനല്ലേ ചേച്ചി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മോനെ, നിൻ്റെ ഈ വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചത് മറ്റുള്ള കാര്യങ്ങളാണ്. എൻ്റെ പൊന്നു ചേച്ചി, എനിക്ക് വലിയ പേടിയുള്ള കൂട്ടത്തിലാണ്. ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. നിനക്ക് പേടി മാത്രമേ ഉള്ളൂ? ആഗ്രഹങ്ങളൊക്കെ നന്നായിട്ടുണ്ടോ? ആഗ്രഹങ്ങൾ ഇല്ലാത്ത ആരാ ചേച്ചിയുള്ളത്? മോനെ, പേടി അവിടെ നിൽക്കട്ടെ, ആഗ്രഹമുണ്ടോ ഇല്ലയോ? എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് എന്താണ് തോന്നിയത്? ഇതിൻ്റെ ഉത്തരമാണ് എനിക്കറിയേണ്ടത്.
ചേച്ചി നല്ലൊരു സുന്ദരിയാണ്. അതാണ് ചേച്ചിയെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നത്. ഇപ്പം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ചേച്ചി ഞാൻ വിചാരിക്കുന്ന ടൈപ്പേ അല്ല, ഒരു വിപ്ലവകാരിയാണെന്ന്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? അല്ല, ഒരു സ്ത്രീകളും ഇത്ര പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് പച്ചയായി ഇങ്ങനെ ഡിസ്കസ് ചെയ്യില്ലല്ലോ എന്ന്. എന്ത് ചെയ്യാനാടാ, കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞല്ലേ പറ്റൂ. കൈയും കലാശം കാണിച്ചു കഴിഞ്ഞാൽ സമയം കുറെ അങ്ങ് പോകും. അതൊക്കെ പോട്ടെ, ഞാൻ ചോദിച്ചു ഉത്തരം പറ. നിനക്ക് ധൈര്യമുണ്ടോ, ഇഷ്ടമുണ്ടോ? ഞാൻ പറഞ്ഞു ധൈര്യമില്ല, ഇഷ്ടമുണ്ട്. എനിക്ക് പക്ഷേ പേടിയാണ്, വല്ല ട്രാപ്പോ മറ്റോ ആണോ എന്നൊരു പേടിയുമുണ്ട്. ആഹാ, അത് കൊള്ളാം. നിനക്കിപ്പോൾ നിൻ്റെ വീട്ടിൽ എത്ര സ്വത്തുണ്ട്? അങ്ങനെ പ്രത്യേകിച്ച് സ്വത്തൊന്നുമില്ല. ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ടോ? എൻ്റെ കയ്യിലൊന്നും ഒന്നുമില്ല ചേച്ചി. പിന്നെ നീ എന്തോ പേടിക്കാനാടാ? അത് ശരിയാ ചേച്ചി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു, എന്തായാലും പുള്ളി ഇനി വൈകുന്നേരമേ വരികയുള്ളൂ. 1-2 മണിക്കൂർ കൊണ്ട് റിപ്പയറിംഗ് ഒക്കെ നടത്തി ബൾബ് ഒന്ന് മാറ്റിയിട്ട് കത്തിക്കഴിഞ്ഞ് നീ അങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞു. ചേച്ചി എന്നാലും പേടിയല്ലേ, സാരമില്ല, പേടിയൊക്കെ മാറ്റാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട് മോനെ. നീ ഒരു സ്മോൾ അടിക്കുന്നോ എന്ന് ചോദിച്ചു. ചേച്ചിയപ്പം എല്ലാ സെറ്റപ്പുമാണോ? പിന്നെ ഒന്നിനൊരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സെറ്റപ്പും വേണ്ടടാ. അതുകൊണ്ട് നീ ഇത്തിരി സ്മോൾ അടിച്ചു നോക്കൂ. നിനക്ക് ധൈര്യം വരികയാണെങ്കിൽ ഓക്കെ, നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. നീ സ്വിച്ച് ബോർഡ് നന്നാക്കുമ്പോഴേക്കും ചേച്ചി ഇത്തിരി പകർന്നു തരാം എന്ന് പറഞ്ഞ് മധുചഷകവുമായി ചേച്ചി കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. എന്തോ ആ സമയത്ത് അത്രയും അടുത്ത് അത്രയും തുറന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഒരു 2 പെഗ് അടിച്ചു മാഡം. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചേച്ചിയോട് ചോദിച്ചു, ഇപ്പോൾ നിനക്ക് ധൈര്യം തോന്നുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ധൈര്യം തോന്നുന്നില്ല, പക്ഷെ പേടിയില്ല. ആ, ഇതാണ് ലക്ഷണം. ഇനിയിപ്പം നീ ഒരു കാര്യം ചെയ്യ്, സ്വിച്ച് ബോർഡൊക്കെ കിടക്കട്ടെ. അല്ല ചേച്ചി നന്നാക്കണ്ടേ? അതൊക്കെ എൻ്റെ ഭർത്താവ് വരുമ്പോൾ നന്നാക്കിക്കോളും. അങ്ങേർക്ക് അതൊക്കെ അറിയാം. ഓണം വരാൻ ഒരു മൂലം വേണ്ടേ മോനെ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു വളഞ്ഞ വഴി. എന്നാൽ എൻ്റെ പൊന്നു ചേച്ചി, ജീവിതത്തിൽ ഇത്രയും ഒരു വിചിത്രമായ കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു, വിചിത്രമായ കാര്യങ്ങൾ ഇനി കണ്ടു എന്നങ്ങ് വെച്ചോ. ആ സമയത്ത് വിചിത്രമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ നിന്നല്ലേ മോനെ പറ്റൂ എന്ന് പറഞ്ഞ് ചേച്ചി എന്നോട് ചേർന്ന് നിന്നു. ഇത്രയും നേരം കുറച്ചൊക്കെ ധൈര്യം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ പേടി തുടങ്ങി. ചേച്ചി അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, മോനെ നീ പടിക്കൽ കൊണ്ട് കുടം ഉടയ്ക്കരുത്, ഉടയ്ക്കാൻ വേറെ കുടങ്ങൾ ഞാൻ കൊണ്ടുതരാം എന്ന് ചേച്ചി പറഞ്ഞു. യഥാർത്ഥത്തിൽ ചേച്ചി ആക്ഷൻ സോങ്ങിലേക്ക് കടന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞതിൻ്റെ ആന്തരാർത്ഥങ്ങൾ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. ഇത്രയും വർഷമായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല. വെറുതെ ഒഴുകിപ്പോയ പുഴ പോലെയായിരുന്നു എൻ്റെ ജീവിതം. ഇപ്പോൾ വന്ന് തടഞ്ഞു നിൽക്കുന്നത് വലിയൊരു മാമലയിലാണ്. അപ്പോൾ ആ മാമല കടന്ന് പുഴയ്ക്ക് പോകാൻ പറ്റുമോ അറിയില്ല. ചിലപ്പോൾ അവിടെ തടഞ്ഞു നിന്നേക്കാം. ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഇവിടെ എല്ലാം സേഫാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ച് നടന്നു. എനിക്കും യാന്ത്രികമായി നടക്കാനേ പറ്റുള്ളൂ. ആദ്യമായി സ്റ്റേജിൽ കയറാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന കുഞ്ഞിനെ അമ്മമാർ പിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോകില്ലേ, അതേപോലൊരു ഫീലിംഗാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞാൽ കർട്ടൻ ഉയർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി പോരാൻ പറ്റുമോ? നാട്ടുകാർ കൂവി ഒളിപ്പിക്കും. അതുകൊണ്ട് അവിടെ പെർഫോമൻസ് നടത്തിയേ മതിയാവൂ. അറിയാവുന്നതുപോലെ എല്ലാ കലകളും പ്രദർശിപ്പിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വല്ലാത്ത സ്റ്റേജ് ഫിയർ ഉണ്ടാകും. അതുകൊണ്ട് കലകൾ കൈവശം വെച്ച് വെറുതെ പാഴാക്കി കളഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് സ്റ്റേജിൽ ചെല്ലുമ്പോൾ അവിടെ പെർഫോമൻസ് ചെയ്യണം എന്നുള്ള ആപ്തവാക്യം ലോകസത്യം എനിക്ക് മനസ്സിലായി. ഉയർന്നു നിൽക്കുന്ന ആ സത്യത്തിൽ ചേച്ചി വിശ്വാസമർപ്പിച്ചു എന്നെനിക്ക് തോന്നി. അതോടുകൂടി എനിക്ക് ഒത്തിരി കോൺഫിഡൻസായി. നിശ്ചല ദൃശ്യത്തിൽ പങ്കെടുക്കാൻ ചെന്ന ഞാൻ നാടോടി നൃത്തത്തിൽ കുടമെടുത്ത് തുള്ളി എന്ന് പറഞ്ഞതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ. വെപ്രാളത്തിൽ എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റി. എങ്കിലും ചേച്ചിനോട് പറഞ്ഞു, അബദ്ധങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അബദ്ധങ്ങൾ ശരിയാക്കുമ്പോഴാണ് നീ മികച്ചൊരു ഇലക്ട്രീഷ്യനാകുന്നത്. ബൾബ് മുരിന്ന് കത്തിക്കും, ഒരു ബൾബല്ല, ഈ മുറിയിലെ മുഴുവൻ ബൾബും കത്തിച്ചിട്ടേ നിന്നെ ഞാൻ വിടൂ എന്ന് ചേച്ചി പറഞ്ഞു. ആദ്യത്തെ ബൾബ് പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്ത് കത്തിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല, അതൊക്കെ പണ്ടേ സ്റ്റോപ്പ് ചെയ്താ. പക്ഷെ ചേച്ചിക്ക് ഒരു മകളല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു, നീ അത് അറിയേണ്ട കാര്യമില്ല, എന്തായാലും ഈ കാര്യങ്ങളൊക്കെ റെഡിയാണ്, നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല, ഇതുകൊണ്ട് എനിക്ക് പ്രശ്നമുണ്ടാകില്ല, നീ എന്നെ ഒന്ന് വിശ്വസിക്കൂ. പെട്ടെന്നുണ്ടായതാണെങ്കിലും ആ വ്യക്തിയോട് എനിക്ക് പെട്ടെന്ന് അടുപ്പം തോന്നി. ഞാനൊരു ആലീസ് ലോകത്ത് എത്തിപ്പെട്ടതുപോലെയായിരുന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൂട്ടായി. ചേച്ചി പറഞ്ഞു, ഇപ്പം ബൾബ് പെട്ടെന്ന് കത്തിച്ചു, ഇനിയിപ്പോൾ അടുത്തൊരു ബൾബ് അടുത്ത മുറിയിൽ കത്തിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് മാത്രമേ നീ പോകുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെയും സംശയമായിരുന്നു. പക്ഷേ അവിടെ ഞാൻ സക്സസ് ആയി.
ചേച്ചി എന്നോട് ഒത്തിരി നന്ദി പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുൻപുണ്ടായ ചില അനുഭവങ്ങൾ അത് എൻ്റെ മനസ്സിന് അത്രയ്ക്ക് പൊരുത്തപ്പെടുന്നതായിരുന്നില്ല. എൻ്റെ പൊട്ട മനസ്സിൽ ഞാൻ പലതും അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു. ശരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് വന്ന വലിയൊരു പ്രകാശമാണ് നീ എന്ന് പറഞ്ഞ് ചേച്ചി വാത്സല്യത്തോടെ എന്നോട് പെരുമാറി. അവരോട് എനിക്ക് പെട്ടെന്ന് അടുപ്പമായി. കുറച്ചു നേരം ഞാൻ ആ ബോർഡൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഹസ്ബൻഡിനെ അവർ വിളിച്ചു വരുത്തി. ഇനിയും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ല. പുള്ളി വളരെ കൂളായിട്ടാണ് പെരുമാറിയത്. ഓക്കെ ആണോ എന്ന് വന്നപ്പോഴേ ചോദിച്ചു. അപ്പോഴേക്കും ഭാര്യ കൈ കാണിച്ചു ഡബിൾ ഓക്കെ എന്ന്. പിന്നെ പുള്ളി എന്നോടിരുന്ന് സംസാരിച്ചു. പുള്ളിയുടെ പാഴ് മനസ്സിൽ തോന്നിയൊരു ഐഡിയയാണ് നാട്ടുകാർക്കും ഒന്നും സംശയം തോന്നാതിരിക്കാൻ. പുള്ളിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇവൾക്കാണെങ്കിൽ എന്നോടുള്ള ഇഷ്ടം ഇതുകൊണ്ട് കുറഞ്ഞ് എന്നെ ഇട്ടിട്ട് പോകുമോയെന്ന് എനിക്കൊരു പേടിയായി. അപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞത്. പിന്നെ വീട്ടിലേക്ക് ഇടയ്ക്കും പിഴയ്ക്കുമൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ജോലിക്കൊക്കെ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. ഞാൻ പറഞ്ഞതൊരു ബാഡ് ഐഡിയയാണ്. ഈ ജോലിക്ക് വരുന്നവരെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിൽക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിൽക്കാത്ത ആൾക്കാർ പുറത്തു പോയി നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധുക്കളല്ല ഇതെല്ലാം അറിയില്ലെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ശരിയാണ്, അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ശരിയാണ്, നിങ്ങൾ ഒരു സേഫ് വഴി നോക്കിയതാണ്, പക്ഷെ അതിലും പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു പിന്നെ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞതാണ് ടൗണിൽ ജോലിക്ക് വന്ന്. പക്ഷേ പുള്ളി സമ്മതിക്കില്ല. അതെന്ത് ചേട്ടാ സമ്മതിക്കാത്തേ? അത് ശരിയായില്ല. കാര്യം ഇവളെ ജോലിക്ക് വിട്ടു കഴിഞ്ഞാൽ ബന്ധുക്കളൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും, ഓരോന്ന് പറയും. സത്യം പറഞ്ഞാൽ ലോകത്താരും വിചാരിക്കാത്ത കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവിടെ ബന്ധുക്കളെ പിടിച്ച് ജീവിക്കുകയാണെന്ന്. അത് കേട്ടപ്പോൾ ചേട്ടൻ ചിരിച്ചു. അങ്ങനെയാണ് എല്ലാം പൊട്ടബുദ്ധിയല്ലേ മോനെ എന്ന് പറഞ്ഞു. ഞാൻ പറയും നിങ്ങൾ രണ്ടൊരു കാര്യം ചെയ്യേ, ആഴ്ചയിലൊരിക്കൽ പല സ്ഥലങ്ങളിൽ പോവുകയാണ് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ എവിടെയെങ്കിലും പോകുകയാണെന്ന് പറഞ്ഞ് ഒരു ദിവസം ഇവിടുന്ന് മാറി നിൽക്കൂ. പല സ്ഥലത്തേക്ക് പോകൂ. ഇപ്പം മോളോടാണെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങൂ. അപ്പോൾ അവിടെ പല ആൾക്കാരെയും കണ്ടുമുട്ടാൻ പറ്റും. കുറേ ആൾക്കാരോട് സംസാരിക്കാം. ഒരു തീർത്ഥാടന കേന്ദ്രം വിസിറ്റ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് പ്രശ്നമില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു അത് നല്ലൊരു ഐഡിയ ആണ്. ചുമ്മാ നമുക്ക് ഒന്ന് പോയാലോ? ചുമ്മാ അങ്ങ് പോയി കഴിഞ്ഞാൽ ആളുകളെല്ലാം നിൻ്റെ പുറകെ വരികയാണോ എന്ന് ചേട്ടൻ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ കൂടി സൗഹൃദങ്ങൾ ഉണ്ടാക്കൂ. അത് കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞതുപോലെ മീറ്റിംഗ് പ്ലേസ് അത്തരം സ്ഥലങ്ങളാക്കിയാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു അത് നല്ലൊരു ഐഡിയ ആണ്. നമ്മുടെ വീടോ നാടോ പറയാതെ നമുക്ക് ഇങ്ങനെ നല്ല സുഹൃത്തുക്കളെ ഓൺലൈൻ വഴി ഉണ്ടാക്കാം. അത് നല്ല ഐഡിയ ആണെന്ന് അവർ രണ്ടുപേരും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഭയങ്കര കൂട്ടായി. പിന്നെയും ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്. പക്ഷേ ചേച്ചിക്ക് ഒത്തിരി ആഗ്രഹമുള്ളത് കൊണ്ട് ചേച്ചി പാറി പറക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തന്നെയാണ് ഒരു പ്രൊഫൈൽ സൃഷ്ടിച്ചു കൊടുത്തത്. അതിൽ കൂടി ചേച്ചി ചാറ്റ് ചെയ്തു. ചേച്ചി വരുന്ന കാര്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്ത് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരും. ചേട്ടനും എന്നോട് സംസാരിക്കും. അദ്ദേഹത്തിനാണെങ്കിൽ ഇത്തരം കാര്യങ്ങളോട് ഒട്ടും താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. ഭാര്യയോട് കട്ട സപ്പോർട്ട്, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ചേച്ചിയും ചേട്ടനും കൂടെ തീർത്ഥാടനത്തിൻ്റെ പേര് പറഞ്ഞ് മാസത്തിൽ 1-2 വട്ടം പല മീറ്റപ്പുകൾക്ക് പോകാൻ തുടങ്ങി. എല്ലാം എനിക്ക് അപ്ഡേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു ദിവസം ചേട്ടൻ എന്നോട് പറഞ്ഞു എടാ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ ട്രീറ്റ് തന്നു. അതുമാത്രമല്ല ചേച്ചിക്ക് ഒരു ഗിഫ്റ്റും കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് ഗിഫ്റ്റ്? അപ്പോഴേക്കും പുള്ളിക്കാരൻ കാണിച്ചു. ഒരു ചെറിയ ഗോൾഡ് കോയിനായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഒത്തിരി സന്തോഷമായി. അപ്പോഴാണ് അവർ അതിലെ സാധ്യതകൾ കണ്ടെത്തിയത്. അത് കഴിഞ്ഞ ശേഷം അവർ രണ്ടും എന്നോട് പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്തോ കുറച്ച് പണിയും ബാക്കിയുള്ള കൂടുതൽ സമയം അവരുടെ കൂടെ ഞാനും കറങ്ങാനൊക്കെ പോയി. പലപ്പോഴും ചേച്ചി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് സൗഹൃദങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോഴേക്കും ചേച്ചി രൂപവും ഭാവവും ഒക്കെ ഒന്ന് മാറ്റി കുറച്ചുകൂടി മോഡേണായി. നല്ല വെളുത്ത് തൊടുത്ത് സുന്ദരിയായ ചേച്ചിക്ക് രൂപമാറ്റം കൂടി വരുത്തി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. 100 കോടി ക്ലബിൽ ഇത് ഒതുങ്ങും എന്ന് പോലും തോന്നുന്നില്ല. അത്രയ്ക്കും വലിയൊരു സ്വീകരണമായിരുന്നു കിട്ടിയിരുന്നത്. പിന്നീട് ചേച്ചിയും ഞാനും ചേട്ടനും എല്ലാം കൂടി ധാരാളം യാത്രകൾ നടത്തി. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതിരുന്ന ചേച്ചി ഭക്തിമാർഗം സ്വീകരിച്ചു എന്ന പേരിൽ ആനന്ദവിഹായത്തിൽ ചിറകടിച്ച് പറന്നുയർന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ബിസിയായി. കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ല രീതിയിൽ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പിന്നീട് ചേച്ചി എനിക്ക് വേണ്ടി ഒരു തുക മാറ്റിവെക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പണം ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ വരാൻ തുടങ്ങി. അവർ ഓരോ വട്ടവും പറയും നീയാണ് എനിക്ക് ഐഡിയ തന്നത്, അതിന് നന്ദി, ഞാൻ പ്രകാശിപ്പിക്കുമെന്ന്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വർക്ക് കൊണ്ട് നടന്ന ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സാമ്പത്തികമായി ഒത്തിരി മെച്ചത്തിലാണ്. അവർ മെച്ചപ്പെട്ടു. അവരുടെ മകളെ കുറച്ചുകൂടി നല്ല കോഴ്സിന് അവർ അയക്കുകയും ചെയ്തു.
ധാരാളം പരിചയമായി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നോട് പറഞ്ഞു, നിന്റെ രൂപമാറ്റം അത്യാവശ്യമാണെന്ന്. ഞാൻ ചോദിച്ചു എന്തിനാണെന്ന്. അതിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ ആദ്യം ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നല്ല ഫാഷനബിളായിട്ട് നിന്നെ ചേഞ്ച് ചെയ്യുക, ജിമ്മിലും പോയിക്കൊള്ളാൻ പറഞ്ഞു. നല്ല ഗ്രൂമിങ് നടത്തിയ ശേഷം എനിക്ക് ഒത്തിരി മാറ്റമുണ്ടായി, കുറച്ചുകൂടി അട്രാക്ഷൻ ഉള്ള പോലെ തോന്നി. ആ സമയത്ത് ചേച്ചിക്കും പല കണക്ഷൻസും ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എനിക്ക് വേണ്ടിയും പല സ്ലോട്ടുകളും അനുവദിച്ചു തന്നു. വിരഹഗാനം പാടി ആദ്യത്തെ കാലത്ത് ചേച്ചിയെപ്പോലെ ബൾബ് കത്തിക്കാതിരിക്കുന്ന പല ആളുകൾക്കും ബൾബ് തെളിച്ചു കൊടുത്ത് പ്രകാശം ലഭിക്കാനുള്ള ഒരു നല്ല ഇലക്ട്രീഷ്യനായി എന്നോട് പ്രവർത്തിക്കാൻ ചേച്ചി തന്നെയാണ് നിർബന്ധിച്ചത്. അതിനുവേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റും ചേച്ചി തന്നെ കണ്ടെത്തി തന്നു. എനിക്കും ധൈര്യമായി. പണവും മറ്റ് സൗകര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനും അതിൻ്റെ പിറകെയായി മാഡം. ധാരാളം അനുഭവങ്ങൾ, ധാരാളം പണം ഒക്കെ ഉണ്ടായി. ഒരു പ്രശ്നവും ഇപ്പോഴെൻ്റെ ജീവിതത്തിൽ ഇല്ല. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, നേരത്തെ എനിക്കൊരു വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പോൾ ആ ഒരു രീതിയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പാടെ ഇറങ്ങിപ്പോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നതേയില്ല. ഇനി ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റുമെന്നോ കുടുംബമായി കഴിയാൻ പറ്റുമെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അത്തരം ചിന്തകളൊക്കെ കൈവിട്ടു പോയി. വീട്ടുകാർ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഉയർച്ചയിൽ സന്തോഷമുള്ളവരാണെങ്കിലും അവർക്ക് സംശയങ്ങളുണ്ട്. കല്യാണം കഴിക്കാൻ ഇപ്പോൾ നിർബന്ധിക്കുകയാണ്, പണവും എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെയാണ് മാഡം ആത്മാർത്ഥമായി കല്യാണം കഴിക്കുക? അതിനുള്ള യോഗ്യത എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നു. എനിക്കറിയില്ല, ഇപ്പോഴത്തെ എൻ്റെ കെട്ടുമട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കല്യാണം നടക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു പെൺകുട്ടിയെ വഞ്ചിക്കാൻ എനിക്കൊട്ട് മനസ്സ് വരുന്നതുമില്ല. ആകെ കൺഫ്യൂഷനിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. കാര്യം ഇത്രയും നാളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പണം സമ്പാദിക്കാനും അല്ലെങ്കിൽ രസങ്ങൾക്കും ഒക്കെ ഓരോരുത്തർക്കും ഓരോ വഴികളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ 3 പേരും കൂടി വേറെ ഏതോ വഴിക്ക് പോയി. എല്ലാവരും ഈ ലോകത്ത് കല്യാണം കഴിച്ചേ പറ്റുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരു നല്ല ജീവിത പങ്കാളി വരികയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുതൽ, കല്യാണം കഴിഞ്ഞ ആ ദിവസം മുതൽ പിന്നീട് അങ്ങോട്ട് വിശ്വസ്തനായിരിക്കുക എന്നുള്ളതാണ്, അല്ലെ വിശ്വസ്തയായിരിക്കുക എന്നുള്ളതാണ് ഏതൊരാളും ചെയ്യേണ്ടത്. നമ്മുടെ പഴയ തെറ്റുകൾ, എടുത്തുചാട്ടങ്ങൾ ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അതൊക്കെ നടന്നു പോയ കാര്യങ്ങളാണ്. പക്ഷേ ഇനി ചെയ്യില്ലാന്ന് തീരുമാനം എടുക്കാമല്ലോ, അതാണ് വേണ്ടത്. അപ്പോൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ പണമുണ്ട്, വേറെ നല്ല ജോലിയൊക്കെ ചെയ്ത് നിങ്ങളും ഭാര്യയും കൂടെ സുഖമായിട്ട് ജീവിക്കാവുന്നതേ ഉള്ളൂ. ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ആ വഴിക്ക് പോകുക. ഇനി അതല്ല ഇങ്ങനെയൊക്കെ നടക്കുകയാണ്, ആരെയും സ്നേഹിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ ശരി, എന്തിനാ കല്യാണം കഴിക്കുന്നത്? ആരെയും സ്നേഹിക്കാൻ പറ്റാത്തവർ കല്യാണം കഴിക്കാതിരിക്കാതെ നല്ലത്. അപ്പോൾ വെറുതെ എന്തിനാണ് ഒരു പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിക്കുന്നത്? അപ്പോൾ ഈ രീതിയിലോ ഏത് രീതി വേണമെങ്കിലും അവനവൻ്റെ ഇഷ്ടത്തിന് പോകാം. അതിലുണ്ടാകുന്ന കാര്യങ്ങളെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഒന്നുകിൽ നന്നാവുക, അല്ലെങ്കിൽ അവനൊരു വഴിക്ക് പോകുക. ഇതിൽ രണ്ടിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ ഉറച്ചു നിന്നെങ്കിലേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം പറ്റുള്ളൂ. കൺഫ്യൂഷൻ കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എവിടെ എത്തും? എങ്ങും എത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉചിതമായ കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ എനിക്കിത് കേട്ടിട്ട് പറയാൻ പറ്റുന്നുള്ളൂ. അതിപ്പോൾ കൂടുതലിപ്പം ഉപദേശിച്ചിട്ട് എന്ത് കാര്യമാണ്? ഒന്നുമില്ല.